മുഴുവൻ പ്രതികൾക്കും തൂക്കുകയർ ലഭിക്കുക എന്ന അപൂർവതയുണ്ട് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ. ഹൃദ്രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ 10ാം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയില്ല. മറ്റു പ്രതികൾക്ക് ലഭിച്ച ശിക്ഷ 10ാം പ്രതിയായ നവാസിനും ബാധകമാണ്. തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കൊലക്കേസ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുള്ളത്. കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ചു കടന്നുകയറൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും വിധിച്ചു. നിയമത്തിന് മുന്നിൽ അവരെ ഒരു ദിവസം പോലും പുറത്തിറങ്ങാതെ അങ്ങനെ തന്നെ അവരെ അകത്തോട്ട് വിടണമെന്നുള്ളൊരു വാശി തന്നെയായിരുന്നു. ഇവരുടെ മുന്നിലൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല, പബ്ലിക്കായിട്ട് കരഞ്ഞിട്ടില്ല, കരയാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് കരയും. പിന്നെ കരച്ചിൽ പോലും എനിക്ക് സത്യം പറഞ്ഞ വാശിയാണ്. ഉമ്മാരെ ഒരു ദിവസം പോലും പുറത്തിറക്കരുത് എന്നുള്ളൊരു വാശി. അച്ഛനെ അത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചവർക്ക് ഈ ശിക്ഷ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാധാരണ രാഷ്ട്രീയ കൊലപാതകം മാത്രമാണെന്നതടക്കം പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളൊന്നും വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ ഉപകരിച്ചില്ല. കോടതി നമ്മളെ രക്ഷിച്ചു, കോടതി വിധിയിൽ സംതൃപ്തരാണ്. വിധിക്കെതിരെ പ്രതികൾ മേൽക്കോടതിയിൽ അപ്പീൽ നൽകും. 2021 ഡിസംബർ 19-നാണ് OBC മോർച്ച നേതാവും അഭിഭാഷകനുമായ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത്. SDPI നേതാവ് KS ഷാൻ കൊല്ലപ്പെട്ടതിന് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു അരിങ്കൊല. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.